അങ്ങനെ നമ്മൾ ഗുജറാത്തിലെ വഡോദരയിലേക്ക് എത്തുകയാണ്. ഇതണ്ടേ ഫുഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയില്ല, പല പേരുള്ള ഐറ്റംസ് നമ്മുടെ വരുന്നുണ്ട്. വടാപ്പാവ് നമുക്കറിയാം, പക്ഷേ നമ്മുടെ പക്കവട പോലത്തെ ഐറ്റംസും ഇതിനിടയ്ക്ക് അവർ സെല് ചെയ്യുന്നുണ്ട്. നല്ല ചൂടോടെയുള്ള ഐറ്റം ആണെന്ന് കണ്ടാലറിയാം. കൂടെയുള്ള ആളുകളൊക്കെ വാങ്ങുന്നുണ്ട്. നമ്മൾ കയ്യിലുള്ള ഫുഡ് മാത്രം കഴിക്കാമെന്നാണ് തീരുമാനിച്ചത്. യാത്രക്കിടയിൽ ഇനി ഭക്ഷണമില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ വെള്ളം കുപ്പിയിലാക്കി ശേഖരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവർ പക്കാവട പോലെ സെല് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിന് കൂടെ മുളക് കൂടി സെല് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്യാഷ് വെച്ച് കണ്ടോ, ആ ഭക്ഷണത്തിൽ തന്നെയാണ് ക്യാഷ് വയ്ക്കുന്നത്. ഇവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല. ഇതെൻ്റെ കൈ കൊണ്ടെടുത്ത് അവർ സെല് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് ഇവിടെ ആർക്കും തോന്നിയിട്ടില്ല. അവരങ്ങനെയാണ് ജീവിച്ചത്, അതുകൊണ്ട് അവർക്കൊരു വലിയ പ്രശ്നമില്ല. നമ്മളാണെങ്കിൽ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇതെൻ്റെ ഇവർ ഭക്ഷണത്തിന് മുകളിൽ വെച്ച് സെല് ചെയ്യുന്ന ഐറ്റംസൊക്കെ ശ്രദ്ധിച്ച് നോക്കിയേ. നല്ല വെള്ളവും എല്ലാം വരുന്നുണ്ട്. ഇവരില്ലെങ്കിലും പ്രശ്നമാണ്, ഇവരിങ്ങനെ സെല് ചെയ്താലും പ്രശ്നമാണ് എന്നാണ് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. കാരണം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഒരു വിഷയം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. ഇപ്രാവശ്യം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് എൻ്റെ ആളുകൾ കഴിക്കുന്ന വയ്ക്കേ. ആണുങ്ങളായി ജീവിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും എളുപ്പമാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാവും. എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ ആൺപിള്ളേർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. അവർ കഴിക്കുന്നത് നമ്മുടെ ചോല ഭട്ടൂര പോലെ ഒരു ഐറ്റമാണ്. അതിൻ്റെ മിനി വേർഷനാണെന്ന് തോന്നുന്നു. അവർ കഴിക്കുന്നതാണ് തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ ബോഗിയിലുള്ള ആളുകളാണ് ഇതൊക്കെ. നമ്മളോട് ഇതുവരെ തമാശ പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 10-15 മിനിറ്റ് ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഫുഡ് കഴിക്കാനും ഇവരെ നമ്മളെക്കാട്ടും നന്നായിട്ട് ഈ സമയത്തെക്കുറിച്ച് ഞാനുണ്ടാകും ഇവിടെ ജോലി എടുക്കുന്ന ആളുകൾക്കാട്ടോ. അവർക്ക് ഇത് സെല് ചെയ്യുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവും. ഇന്ന സമയം കൊണ്ട് ഇത്ര സെല് ചെയ്ത് തീർക്കണം. അതിനിടയ്ക്ക് ചില ആളുകൾ നമ്മുടെ മോര് ഐറ്റംസൊക്കെ ആയിട്ട് കയറുന്നുണ്ട്. ഒരു സഞ്ചിയിലിട്ടാട്ടോ വയ്ക്കുന്നത്. നല്ല ഏജുള്ള ഒരാളാണ്, പക്ഷെ അവർ പണിയെടുത്തിരിക്കുന്നത് കൊള്ളാം. ഇങ്ങനെ വഡോദര സ്റ്റേഷനിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് മീറ്റ് അഗെയിൻ.